അബ്ദുറഹീമിന്റെ മോചനം ഹർജി സൗദി കോടതി ഫയലിൽ സ്വീകരിച്ചു. റിയാദിൽ തടവിൽ കഴിയുന്ന അബ്ദുറഹീമിനെ ദയാധനം നൽകി മോചിപ്പിക്കുന്നതിന് നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ദയാധനം നൽകാൻ തയ്യാറാണെന്ന് റഹീമിന്റെ അഭിഭാഷകൻ കോടതിയെ രേഖാമൂലം അറിയിച്ചു. വാദിഭാഗം അഭിഭാഷകനുമായി കഴിഞ്ഞ ദിവസം നിയമസഹായ സമിതി ഓൺലൈനിൽ ചർച്ച നടത്തിയിരുന്നു. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മരിച്ച കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ട 34 കോടി ദയാധനം നൽകാൻ ധാരണയിലെത്തിയതിന് പിന്നാലെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. റഹീമിന്റെ വക്കീൽ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിച്ചത്. ബൈക്കിന് പിന്നിൽ ബസ്സിടിച്ച് 21കാരന് ദാരുണാന്ത്യം. അരിമ്പൂരിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ചേറ്റുപുഴ കണ്ണമ്പുഴം സ്വദേശി നെടുമ്പുള്ളി അഭിജിത്താണ് മരിച്ചത്. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന സഹോദരൻ അക്ഷയ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്ന് വൈകിട്ടാണ് അപകടമുണ്ടായത്. സ്നേഹതീരം കടൽ കാണാനാണ് സഹോദരങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അക്ഷയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത്. നാലാങ്കല്ല് പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറച്ച ശേഷം റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പിറകിൽ നിന്നെത്തിയ ബസ് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അഭിജിത്തിനെ നാട്ടുകാർ ചേർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ശോഭ സിറ്റിയിലെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മരിച്ച അഭിജിത്ത്. തൃശൂരിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 17കാരനെ മുതല ആക്രമിച്ചു. ഗുരുതര പരിക്ക്. തൃശൂർ വാൽപ്പാറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 17കാരന് മുതലയുടെ ആക്രമണത്തിൽ പരിക്ക്. അതിരപ്പള്ളി വാൽപ്പാറ മാണാമ്പള്ളി എസ്റ്റേറ്റിനടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയ കുട്ടിയാണ് മുതല ആക്രമിച്ചത്. വേവർലി എസ്റ്റേറ്റുകാരനായ അജയ് എന്ന 17കാരനാണ് മുതലയുടെ ആക്രമണത്തിന് ഇരയായത്. പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നതോടെ മുതല പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കൈകാലുകളിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. അജയിനെ വാൽപ്പാറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു. അധ്യാപിക അറസ്റ്റിൽ. വിദ്യാർത്ഥിയെ കാറിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അധ്യാപിക അറസ്റ്റിലായി. വാഷിംഗ്ടണിലാണ് സംഭവം നടന്നത്. സംഭവത്തിൽ നഗരത്തിലെ സ്കൂളിലെ അധ്യാപിക എറിൻ വാർഡിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 17കാരനാണ് പീഡനത്തിന് ഇരയായത്. റോഡിൽ സംശയാസ്പദമായ വാഹനം പാർക്ക് ചെയ്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അധ്യാപിക പിടിയിലായത്. പോലീസ് പരിശോധനയ്ക്കെത്തിയതോടെ അധ്യാപികയ്ക്കൊപ്പം പിൻസീറ്റിലായിരുന്ന കുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ 1 മണിക്കൂറിലേറെ കഴിഞ്ഞ കുട്ടിയെ വഴിയരികിൽ പോലീസ് കണ്ടെത്തി. അധ്യാപിക കുറ്റസമ്മതം നടത്തിയതായി പോലീസ് അറിയിച്ചു. 17 വയസ്സുള്ള കുട്ടി താൻ ജോലി ചെയ്തിരുന്ന ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണെന്നും അവർ പോലീസിന് മൊഴി നൽകി. അപകടത്തെ തുടർന്ന് വിദ്യാർത്ഥിക്ക് വൈദ്യസഹായവും കൗൺസിലിംഗും നൽകിയതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. അധ്യാപികയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയതായും അധികൃതർ അറിയിച്ചു. കോൺഗ്രസ് തെരുവ് നാടകത്തിനെതിരെ LDF. ആലപ്പുഴയിൽ സംഘർഷം. ആലപ്പുഴയിൽ UDF LDF സംഘർഷം. വളഞ്ഞവഴി കടപ്പുറത്ത് കോൺഗ്രസിന്റെ തെരുവ് നാടകത്തിനിടെ LDF പ്രവർത്തകർ ബഹളമുണ്ടാക്കി. രാത്രി 7 മണിയോടെയായിരുന്നു KCയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തെരുവ് നാടകം അരങ്ങേറിയത്. ഇതിനിടെ LDF പ്രവർത്തകർ ബഹളമുണ്ടാക്കുകയും കല്ലെറിയുകയും ചെയ്ത് നാടകം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന അമ്പലപ്പുഴ പോലീസ് LDF പ്രവർത്തകരെ നാടക സ്ഥലത്തു നിന്ന് മാറ്റിയതിനാൽ സംഘർഷം ഒഴിവായി. ഞായറാഴ്ച നാടകം നടത്താനെത്തിയപ്പോൾ LDF പ്രവർത്തകർ കലാകാരന്മാരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. തുടർന്ന് പോലീസ് സംരക്ഷണത്തോടെയാണ് തിങ്കളാഴ്ച നാടകം നടത്തിയത്. നാടകം CPM നേതാക്കളെ അവഹേളിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു LDF പ്രവർത്തകർ പ്രതിഷേധിച്ചത്.